ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഒഡീഷയിലെ ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയത്തിന്റെ 75ാം വാർഷികാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ റെയിൽ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ചേലക്കര എംഎൽഎ ആയി UR പ്രദീപും പാലക്കാട് എംഎൽഎ ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ദൌത്യം ISRO ഇന്ന് വിക്ഷേപിക്കും. ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പുരിയിലെ ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയത്തിന്റെ 75ാം വാർഷികാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തിയ രാഷ്ട്രപതി ഇന്ന് പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പുരിയിലെ ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ നടക്കുന്ന നാവികസേന ദിനാഘോഷ പരിപാടിയിൽ ശ്രീമതി മുർമു മുഖ്യാതിഥിയാകും. 15 നാവികസേനാ കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, 40ലേറെ യുദ്ധവിമാനങ്ങൾ എന്നിവ പരിപാടിയിൽ പ്രദർശിപ്പിക്കും. തുടർന്ന് നടക്കുന്ന വ്യോമാഭ്യാസത്തിൽ MiG-29K ഹോക്ക് വിമാനങ്ങൾ പങ്കെടുക്കും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ ട്രൈഡന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദിനാചരണം. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ലോക്സഭ ഇന്ന് റെയിൽവേ ഭേദഗതി ബിൽ ചർച്ച ചെയ്യും. രാജ്യസഭയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാജ്യത്തെ റെയിൽ പാതകൾ നിരന്തരം നവീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ സുരക്ഷാ സംവിധാനം കവചിന്റെ വികസനം പൂർത്തിയായതായും ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. എല്ലാ യാത്രക്കാർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുക എന്നതാണ് റെയിൽവേയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. अध्यक्ष, आज विश्व में सबसे बड़ा स्टेशन रीडेवलपमेंट प्रोग्राम हिंदुस्तान में चल रहा है. 1300 स्टेशन का एक साथ माननीय प्रधानमंत्री जी ने अप्रूव किया है और उसका काम बहुत विस्तृत तरीके से चल रहा है. कई स्टेशन तो इतने बड़े स्टेशन हैं कि उस पे 700-800 करोड़ रुपए का भी खर्चा हो रहा है. बहुत सारे स्टेशन हैं जिन पे 100 से 200 करोड़ के बीच में इन्वेस्टमेंट हो रहा है. കേരളത്തിലെ റെയിൽ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. എറണാകുളം പാതയിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച ഹൈബി ഈഡൻ MPക്ക് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. അമൃത്സറിലെ സുവർണ ക്ഷേത്ര പ്രവേശന കവാടത്തിൽ ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയുണ്ടായ ആക്രമണത്തെ പാർലമെന്റിൽ അപലപിച്ച് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് വിട്ടു. പഞ്ചാബിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിയുതിർത്ത നരൈൻ സിംഗ് ചൌര ബുറായിൽ ജയിലിൽ നിന്ന് ഭീകരർ രക്ഷപ്പെട്ട സംഭവത്തിലെ സൂത്രധാരനായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MP രേണുക ചൌധരിയും ആക്രമണത്തെ അപലപിച്ചു. സുവർണക്ഷേത്ര പ്രവേശന കവാടത്തിൽ വച്ചാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവയ്പുണ്ടായത്. ശ്രീ ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗേറ്റിൽ നിന്നിരുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി അംഗം ഉടൻ തന്നെ പ്രതിയെ കീഴടക്കി പോലീസിന് കൈമാറി. കേന്ദ്ര സർക്കാർ 2019 ആവിഷ്കരിച്ച നവീകരണ പാക്കേജ് BSNLനെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് നയിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക്സഭയിൽ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. BSNL തൊഴിലാളികളെ സംരക്ഷിക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. BJP കോർ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മഹാരാഷ്ട്രയിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള MLAമാരുടെ യോഗം ഇന്ന് ചേരും. യോഗത്തിൽ നിരീക്ഷകരായി പങ്കെടുക്കുന്നതിന് മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്ര ധനമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവർ മുംബൈയിലെത്തി. നാളെ വൈകുന്നേരം 5 മണിക്ക് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ. സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച മഹായുതി സഖ്യ നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും. നാവികസേനാ ദിനത്തിൽ രാജ്യത്തെ നാവികസേനാംഗങ്ങൾക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാനതകളില്ലാത്ത ധീരതയോടും അർപ്പണബോധത്തോടും കൂടിയാണ് നാവികസേന രാജ്യത്തിന്റെ സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു.
ജനങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ സമ്പന്ന പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു. സമുദ്ര സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന വഹിക്കുന്ന നിർണായക പങ്കിനെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയിൽ രാജ്യത്തെ നാവികസേന വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണെന്നും അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ സംഭലിൽ സന്ദർശനത്തിനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഗാസിപൂർ അതിർത്തിയിൽ പോലീസ് തടഞ്ഞു. ഭരണഘടനാപരമായ അവകാശ ലംഘനമാണിതെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള തന്റെ അവകാശങ്ങളുടെ ലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി എംപിയും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചേലക്കര MLA ആയി UR പ്രദീപും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസമാണ് സംസ്ഥാനത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ദൌത്യം ISRO ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വൈകുന്നേരം 4:08 വിക്ഷേപണം. PSLV C-59 റോക്കറ്റാണ് ദൌത്യത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. കൊറോണഗ്രാഫ് ഒക്യുൾട്ടർ പേടകങ്ങളാണ് പ്രോബ 3യിലുള്ളത്. സൂര്യന്റെ ബാഹ്യപാളിയായ കൊറോണ, സൌരവാതം, ബഹിരാകാശ കാലാവസ്ഥ എന്നിവ നിരീക്ഷിക്കുകയാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. മണ്ണിന്റെ നിലവാര ശോഷണം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. സൌദി തലസ്ഥാനമായ റിയാദിൽ മരുഭൂവൽക്കരണത്തിനെതിരായ UN കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Migration is an old-age phenomena triggered by the search for better opportunities. What we are discussing here is forced migration in search of livelihood. Land degradation and drought result in reduced soil productivity, resulting in loss of livelihood. The forced migration that result from it creates broken communities, strained social cohesion, gender inequality, malnutrition, and alienation which cannot be ignored. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിൽ പങ്കുചേരാൻ എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി സംഭാവന ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ വായു ഗുണനിലവാര തോതിൽ നേരിയ പുരോഗതി. വായു ഗുണനിലവാര സൂചിക 227 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷാദിപ്പൂർ, നെഹ്റുനഗർ, ജഹാംഗീർപുരി തുടങ്ങിയ നഗരങ്ങളിലെ ചില പ്രദേശങ്ങളിൽ വായു ഗുണനിലവാരം 250 മുകളിലാണ്. മസ്കറ്റിൽ നടക്കുന്ന ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. ഇന്നലെ നടന്ന രണ്ടാം സെമി ഫൈനലിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 5ാം കിരീടവും തുടർച്ചയായ 3ാം വിജയവും ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത്. മധ്യപ്രദേശിലെ 8ാമത് കടുവ സങ്കേതമായി രാധാപാനിയെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് തീരുമാനമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു. 90-ലേറെ കടുവകളാണ് രാധാപാനി കടുവ സങ്കേതത്തിലുള്ളത്. ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നും 16 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്ത റവന്യൂ ഇന്റലിജൻസ് വിഭാഗം. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടനിലക്കാരായ 3 പേരിൽ നിന്നും 1.93 കോടി രൂപയും പിടിച്ചെടുത്തു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടാൽ ലെബനനെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം 2 റോക്കറ്റുകൾ വിക്ഷേപിച്ച പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ മുന്നറിയിപ്പ്. ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ലെബനനിലെ 20 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി UK എംപിമാർ. വിഷയം UK പാർലമെന്റിലും എംപിമാർ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിലെ ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയത്തിന്റെ 75ാം വാർഷികാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ റെയിൽ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ചേലക്കര MLA ആയി UR പ്രദീപും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ദൌത്യം ISRO ഇന്ന് വിക്ഷേപിക്കും. ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.